ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം പിറന്നതിന് ശേഷം തുടർച്ചയായ 5 ട്രേഡിംഗ് ഡേയിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയ നിഫ്റ്റി ഇന്ന് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയതായിട്ട് കാണാം. എന്നാൽ ഈ ഒരു ഇടിവ് കമ്പാരിറ്റീവ്ലി അത്ര വലിയൊരു ഇടിവല്ല. കാരണം ഈ മാസം തുടങ്ങുന്നതിന് മുമ്പ് മാർച്ച് 30 നിഫ്റ്റിയുടെ ലോ എന്ന് പറയുന്നത് 22,283 എന്ന ലെവലിലായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന ആ ഒരു മാസീവ് ആയിട്ടുള്ള റിക്കവറിയിൽ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത ഹൈ എന്ന് പറയുന്നത് 24,024 ആയിരുന്നു. അതായത് 5 ദിവസം മുമ്പേയുള്ള ലോയിൽ നിന്നും 1,700 പോയിന്റിന്റെ ഒരു റിക്കവറിയാണ് നിഫ്റ്റി നടത്തിയത്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത് നിഫ്റ്റി തിരിച്ചു കയറുമ്പോൾ അതിൻ്റെ ആ ഒരു വേഗത വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ബൗൺസ് ബാക്ക് അതെപ്പോഴും നമ്മൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കണം. കാരണം നമ്മുടെ മാർക്കറ്റ് വളരെയധികം റിസാലൻ്റ് ആണ്. അഥവാ അതിൻ്റെ ആ ഒരു പ്രതിരോധ ശക്തി അല്ലെങ്കിൽ തിരിച്ചു വരുവാനുള്ള ഒരു കഴിവ് വളരെ സ്ട്രോങ് ആണ്. കാരണം നമ്മുടെ ഡൊമസ്റ്റിക് ക്യൂസിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഗ്ലോബൽ ക്യൂസ് ആണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഇടിവിന് പോലും കാരണം സീസ് ഫയറുമായി ബന്ധപ്പെട്ട ചില കൺഫ്യൂഷൻസ് ആണ്. അവിടെ ഇസ്രായേൽ ലബനാനിലേക്ക് നടത്തിയ അഗ്രഷനും അതിനൊരു റിറ്റാലിയേഷൻ എന്നുള്ള നിലക്ക് ഇറാൻ ഹോർമസ് വീണ്ടും ഭാഗികമായി അടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതുമൊക്കെയാണ് ഇന്ന് ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരാൻ കാരണം. ഇന്ന് ഏകദേശം 3% ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നിരുന്നു. 94 എന്ന ലെവലുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ പ്രൈസ് 98 വരെ പോയതായിട്ട് കാണാം. അപ്പോൾ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിൽ ലബനാൻ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലാണ് തർക്കമുള്ളത്. അപ്പോൾ ലബനാൻ അഥവാ ഈ ഇറാന്റെ സഖ്യകക്ഷികളായിട്ടുള്ള ഹിസ്ബുള്ളയും ഒക്കെ ഈ കരാറിന്റെ ഭാഗമാണെന്ന് ഇറാൻ കരുതിയപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ലബനാനിലേക്കുള്ള നമ്മുടെ സൈനിക നീക്കം എന്ന് പറയുന്നത് ഈ കരാറിന് പുറത്തുള്ള കാര്യമാണെന്നാണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ കാരണം ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ഇപ്പോൾ ഒരു നൂൽപാലത്തിലൂടെ കടന്നുപോവുകയാണ്. അപ്പോൾ വരും മണിക്കൂറുകളിൽ ഇറാൻ എടുക്കുന്ന തീരുമാനമായിരിക്കും യുദ്ധം സമാധാനത്തിലേക്ക് പോകുമോ അതല്ല വീണ്ടും ശക്തമായിട്ട് പുനരാരംഭിക്കുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ഏതായാലും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ കരാർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അമേരിക്ക കഴിയുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടിയായി നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു ഇടിവിൽ നമ്മൾ ബ്രോഡ് മാർക്കറ്റ് പരിശോധിച്ചാൽ 48% സ്റ്റോക്കുകൾ മുന്നോട്ടേക്ക് പോയപ്പോൾ 48% സ്റ്റോക്കുകൾ താഴോട്ടേക്ക് വന്നതായിട്ട് BSEയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ഇൻഡെക്സ് ലെവലിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റ്സ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അണ്ടർലൈങ് ആയിട്ടുള്ള ആ ഒരു ബുള്ളിഷ്നെസ്സിന്റെ ആ ഒരു മൊമെന്റം ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ശക്തമായി മുന്നേറിയ ഒരു സെക്ടർ നമ്മൾ കാണുന്നത് മെറ്റൽ സെക്ടറാണ്. മെറ്റൽ സെക്ടറിൽ കുറിച്ച് ഉയരാനുണ്ടായിട്ടുള്ള കാരണം ഗ്ലോബൽ ഡിമാൻഡും അതേപോലെ അനുകൂലമായിട്ടുള്ള ചില ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകളും ഒക്കെയാണ്. അപ്പോൾ വിവിധ ബ്രോക്കറേജുകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മെറ്റൽ കമ്പനികൾ ഈ Q4 മികച്ച ലാഭം കൊയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ഉദാഹരണത്തിന് ടാറ്റ സ്റ്റീൽ അതിൻ്റെ എബിറ്റയിൽ ഏകദേശം 41% വരെയുള്ള ഒരു വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ APL അപ്പോളോ ട്യൂബ്സ് അതിൻ്റെ വിൽപ്പന റെക്കോർഡ് ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ട്. അതുപോലെ NMDC സെയിൽ പോലെയുള്ള കമ്പനികളിലും ശക്തമായ ഡൊമസ്റ്റിക് ഡിമാൻഡ് തുടരുന്നതിനാൽ ഈ ഓഹരികളിലും വലിയ പ്രതീക്ഷകളാണുള്ളത്. ഇതുകൂടാതെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ സ്റ്റീലിൻ്റെ വില മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 11% മുതൽ 12% വരെ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ലണ്ടൻ മെറ്റൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ന് അലൂമിനിയത്തിൻ്റെയും കോപ്പറിൻ്റെയൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഹിൻഡാൽകോ അതുപോലെ നാഷണൽ അലൂമിനിയം പോലെയുള്ള സ്റ്റോക്കുകൾക്ക് വളരെയധികം ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ ചൈനയിലെ മാനുഫാക്ചറിങ് മേഖല ഉണരുന്നതിൻ്റെ സൂചനകളുണ്ട്. അവിടുത്തെ മാനുഫാക്ചറിങ് PMI വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുതന്നെ ഗ്ലോബൽ ലെവലിൽ മെറ്റലിൻ്റെ ആവശ്യം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലുള്ള മെറ്റൽ എക്സ്പോർട്ടിന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. യുദ്ധഭീതി കുറഞ്ഞതും ഈ സപ്ലൈ ചെയിൻ കുറച്ചും കൂടി സ്മൂത്ത് ആകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ മെറ്റൽ എക്സ്പോർട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വേദാന്ത പോലെയുള്ള സ്റ്റോക്കുകളിൽ ഡിവിഡൻഡ് വാർത്തകളും അതുകൂടാതെ പല ബ്രോക്കറേജുകളും ഇവരുടെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയതും ഈ സ്റ്റോക്കിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ കോക്കിംഗ് കോളിന് അതിൻ്റെ വിലയിലുണ്ടായ കുറവ് അത് സ്റ്റീൽ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർജിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും അവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ഫാക്ടേഴ്സുമാണ് മെറ്റൽ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇന്ന് മാർക്കറ്റ് അവറിൽ നമ്മൾ 2 കമ്പനികളുടെ Q4 റിസൾട്ടുകൾ വന്നതായിട്ട് കാണാം. അതിലൊന്ന് ആനന്ദ് രതി വെൽത്ത് ആണ്. അപ്പോൾ ആനന്ദ് രതി വെൽത്തിൻ്റെ
നെറ്റ് പ്രോഫിറ്റ് അത് ഇയർ ഓൺ ഇയറിൽ 35% വരെ വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. കൂടാതെ അതിൻ്റെ സെയിൽസ് റവന്യൂ 34% വളർച്ച ഉണ്ടായിട്ടുണ്ട്. കൂടാതെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലും കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റിസൾട്ടിനോടനുബന്ധിച്ച് ഇവർ 1:1 എന്നുള്ള ഒരു ബോണസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റ് എക്സ്പെക്ടേഷനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ടും മെച്ചപ്പെട്ട കോർപ്പറേറ്റ് ആക്ഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇന്ന് നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഇന്ന് റിസൾട്ട് വന്ന മറ്റൊരു സ്റ്റോക്ക് GM ബ്രൂവറീസ് ആണ്. അതിൻ്റെ സെയിൽസ് റവന്യൂവിൽ 19% ഒക്കെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. എബിറ്റ മാർജിനും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 11% ഇടിവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നെറ്റ് പ്രോഫിറ്റിലുള്ള ഇടിവാണ് ഈ സ്റ്റോക്കിൽ ഇന്ന് വലിയ ഒരു ഫോൾ ഉണ്ടാവാനുള്ള കാരണം. പക്ഷേ എബിറ്റ മാർജിൻ കൂടിയത് സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ ഫ്യൂച്ചർ വളരെ പോസിറ്റീവാണെന്നാണ്. കാരണം നെറ്റ് പ്രോഫിറ്റിൽ മറ്റ് ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റുകളുമായി വന്നിട്ടുള്ള ഒരു ഇടിവാവാനാണ് സാധ്യത. അതുപോലെ ഇന്ന് പവർ അതുപോലെ റിന്യൂവബിൾ എനർജി സെക്ടറുകളിലെ പ്രമുഖ സ്റ്റോക്കുകളെക്കുറിച്ച് വിവിധ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പുറത്തുവിട്ട ചില Q4 പ്രിവ്യൂ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ JM ഫൈനാൻഷ്യൽസ്, മോട്ടിലാൽ ഒസ്വാൾ, നുവാമ പോലെയുള്ള ബ്രോക്കറേജുകളാണ് ഈ പവർ സ്റ്റോക്കുകളുടെ Q4 പ്രകടനത്തെക്കുറിച്ച് അതുപോലെ അവരുടെ ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ടുമുള്ള ചില റിപ്പോർട്ടുകളും കാണുന്നത്. അതിലൊന്ന് സുസ്ലോൺ എനർജിയാണ്. കാരണം നമുക്കറിയാം വിൻഡ് മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് സുസ്ലോൺ. അപ്പോൾ ഈ മേഖലയിൽ ചില റെഗുലേറ്ററി ക്രൈറ്റീരിയ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ സുസ്ലോണിൻ്റെ പ്രകടനത്തെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ സുസ്ലോണിൻ്റെ വരുമാനത്തിൽ നേരിയ സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം. എങ്കിലും ലോങ് ടേമിൽ പോസിറ്റീവ് റേറ്റിംഗ് തന്നെയാണ് ഈ സ്റ്റോക്കിന് മോട്ടിലാൽ ഒസ്വാൾ പോലെയുള്ള ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ളത്. അവർ ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത് 66 എന്ന ലെവലിലാണ്. ഇതുപോലെ ടാറ്റ പവറിൻ്റെ കാര്യത്തിലും ഒരു മിക്സഡ് റിയാക്ഷനാണ് ബ്രോക്കറേജുകൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ മോട്ടിലാൽ ഒസ്വാൾ ഇതിൻ്റെ ടാർഗറ്റ് 454 ആണെങ്കിൽ PL ക്യാപിറ്റൽ 359, മൊത്തത്തിലുള്ളൊരു കൺസെൻസസ് നമ്മൾ കാണുന്നത് 350, 450 എന്ന ഒരു റേഞ്ചിലാണ്. അപ്പോൾ ചില ഓപ്പറേഷണൽ റീസൺസ് കാരണവും അതുപോലെ തന്നെ സീസണലായിട്ടുള്ള ചില ഹെഡ്വിൻസ് കാരണവും ഈ ടാറ്റ പവറിൻ്റെ പ്രോഫിറ്റിൽ ഇടിവുണ്ടായേക്കാം എന്ന ഒരു റിപ്പോർട്ടാണ് പൊതുവെ വരുന്നത്. എങ്കിലും ഇവരുടെ സോളാർ പ്രത്യേകിച്ച് റിന്യൂവബിൾ മേഖലയിലുള്ള ഇവരുടെ ബിസിനസ് മെച്ചപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി അദാനി പവറിലേക്ക് വന്നാൽ 169, 185 എന്ന റേഞ്ചിലാണ് വിവിധ ബ്രോക്കറേജുകൾ അവരുടെ ടാർഗറ്റ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അദാനി പവറിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 12% ഒരു ഇടിവാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സെയിൽസ് റവന്യൂവിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ അദാനി ഗ്രീനിനെ സംബന്ധിച്ചിടത്തോളം 1090 എന്നുള്ള ഒരു ടാർഗറ്റ് പ്രൈസാണ് PL ക്യാപിറ്റൽ പോലെയുള്ള ബ്രോക്കറേജുകൾ നൽകിയിരിക്കുന്നത്. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിലും ഇടിവുണ്ടായേക്കുമെന്ന് JM ഫൈനാൻഷ്യൽസും വിലയിരുത്തുന്നുണ്ട്. മാനുഫാക്ചറിംഗിൽ ഉണ്ടായിട്ടുള്ള കുറവാണ് ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള NTPCയെ കുറിച്ച് അതിൻ്റെ ടാർഗറ്റ് പ്രൈസ് 423 ആണ് PL ക്യാപിറ്റൽ നൽകിയിരിക്കുന്നത്. മോട്ടിലാൽ ഒസ്വാൾ 404 എന്ന ഒരു ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. NTPCയെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ്. 7% ഒരു വളർച്ചയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. ഇനോക്സ് വിൻഡിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ട് കാണാം. റിന്യൂവബിൾ എനർജി സെക്ടറിൽ നിന്നും ഏറ്റവും മികച്ച റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇനോക്സ് വിൻഡിനെ കുറിച്ചാണ്. മോട്ടിലാൽ ഒസ്വാളൊക്കെ ഇതിന് 121 എന്നുള്ള ടാർഗറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഒരു വരുമാനത്തിൽ 48% ഇയർ ഓൺ ഇയർ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഓർഡറുകൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ വമ്പിച്ച വിജയമാണ് ഇനോക്സ് വിൻഡിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇതിന് പോസിറ്റീവായിട്ട് വരുമെന്നാണ് കണക്കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഏതായാലും പവർ സെക്ടറിൽ ഇപ്പോൾ സമ്മർ സീസൺ തുടങ്ങിയതോടുകൂടി തീർച്ചയായിട്ടും ഇലക്ട്രിസിറ്റി ആവശ്യം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാർട്ടർ ഒരു പക്ഷേ തിരിച്ചടികൾ ഉണ്ടായാലും നെക്സ്റ്റ് ക്വാർട്ടർ വമ്പിച്ച ഒരു റിസൾട്ട് വരുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മളിന്ന് നിഫ്റ്റിയുടെ ഒരു ലെവലുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം ഇന്ത്യ വിക്സ് ഇന്ന് വീണ്ടും 3% ഉയർന്നിട്ട് 20 മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ വിക്സ് 20 മുകളിൽ പോകുന്നത് മാർക്കറ്റിൻ്റെ വളറ്റിലിറ്റി കൂടുമെന്നതിൻ്റെ ചില സൂചനകളാണ്. അപ്പോൾ 24,000 എന്നുള്ള ഒരു സ്ട്രൈക്കിൽ ഹെവി ആയിട്ടുള്ള കോൾ റേറ്റിംഗ് നടന്നതായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും 24,000 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പുട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 23,500, 23,700 വരെയുള്ള സ്ട്രൈക്കുകളിലാണ് പുതുതായിട്ട് പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമുക്ക് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലെവലുകളായിരിക്കും നാളെ പ്രധാനപ്പെട്ട ലെവലുകളായിട്ട് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ US ഇറാൻ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിലെ ചലനങ്ങളും പ്രത്യേകിച്ച് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പ്രകടനമൊക്കെ നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിഫ്റ്റി 23,700 എന്നുള്ള നിലവാരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ് തീർച്ചയായിട്ടും നാളെ നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ അത് തകർന്നാൽ 23,500 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 24,000 എന്ന ലെവൽ മറികടന്നാലേ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.